ഹലോ ഓൾ. ഇന്ന് നമ്മുടെ നന്ദുക്കുട്ടന്റെ അംഗനവാടിയിലെ ഓണാഘോഷ പരിപാടിയാ. അവന്റെ കസവും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വലിയ ചെക്കനായി റെഡി ആയിട്ട് നിൽക്കുക ആഘോഷിക്കാൻ പോകാനായിട്ട്. അപ്പൊ നമുക്ക് പോയാലോ? പതിവ് പോലെ ടീച്ചർ ആണെങ്കിൽ ഇതേ നോക്കി വലിയൊരു പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നും ടീച്ചർ വലിയ പൂക്കൾ ഇടും. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ കുട്ടികള്. കണ്ടോ? ഇത് നമ്മുടെ ടീച്ചർ, ഇത് നമ്മുടെ അമ്മ ടീച്ചർ. ചെറിയ അംഗനവാടി, ചെറിയ പരിപാടി. കുറച്ചു പേരേ ഉള്ളൂ. കണ്ടോ? പിള്ളേരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവർക്ക് സത്യം പറഞ്ഞാ ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് വലിയ ധാരണയൊന്നും ആയിട്ടില്ല. അവരേതായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണോ വന്നേക്കുന്നത് മുണ്ടൊക്കെ എടുത്ത് ആ ഒരു സന്തോഷത്തിലാണ് അവര്. നമ്മുടെ ടീച്ചർ അടിപൊളി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓണം എന്നാന്നും ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നതെന്നും ഓണസദ്യ ഒരുക്കുന്നതും ഇലയിൽ ചോറുണ്ണുന്നതും പുതിയ ഉടുപ്പിടുന്നതും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടീച്ചർ ആണെങ്കിൽ അവർക്ക് 2-3 ഓണപ്പാട്ടുകളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരത് പഠിച്ചു വെച്ചേക്കുവാട്ടോ. ടീച്ചർ ഇവരോട് പാട്ട് പാടാവോ എന്ന് ചോദിച്ച ഉടനെ അവര് ചാടി എഴുന്നേറ്റ് അവർക്കറിയാവുന്ന ഓണപ്പാട്ടുകൾ പാടാൻ തുടങ്ങി. അതിനുശേഷം ഇതാണ് നമ്മുടെ മാളൂസ്. നമ്മുടെ അംഗനവാടിയിൽ എന്ത് ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ നമ്മുടെ മാളൂസ് കാണും. മാളൂസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. മാളൂസ് എപ്പോഴും ചിരിച്ച മുഖമായിട്ട് ഉണ്ടാവും അവിടെ. ഡാൻസ് കളിക്കാൻ പറഞ്ഞ ഡാൻസ് കളിക്കും, പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടും. പതിവ് പോലെ മാളൂസിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അത് കഴിഞ്ഞ് ഞങ്ങളിതേ പതുക്കെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. ഇതൊക്കെ നമുക്ക് എന്നും ഓർമ്മയാണല്ലോ. അപ്പോഴേക്കും അമ്മമാരും ടീച്ചർമാരും കൂടി സദ്യ ഒരുക്കി. ഇതേ കണ്ടോ, ഇലയില് കുട്ടികളൊക്കെ വളരെ സന്തോഷത്തില് സദ്യ ഉണ്ടോണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോ ഞങ്ങളും സദ്യ ഉണ്ട്. അപ്പൊ നമ്മുടെ ചെറിയൊരു പരിപാടി കുറച്ച് ആളുകളായിട്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങളും ഓണസദ്യയൊക്കെ ഉണ്ട് ആഘോഷിച്ചു.